റെക്കഗ്നൈസിങ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ജനറേറ്റിംഗ് ഐഡിയാസ് എന്ന രണ്ടാമത്തെ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് തിരിച്ചറിയാനുള്ള മൂന്നാമത്തെ ഒരു വഴിയാണ് മാർക്കറ്റിൽ വിടവുകൾ കണ്ടെത്തുക എന്നുള്ളത്. ഫൈൻഡിങ് ഗ്യാപ്സ് ഇൻ ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈൻഡിങ് ഗ്യാപ്സ് ഇൻ ദ മാർക്കറ്റ്, അപ്പോൾ എന്താണ് ഈ ഗ്യാപ്സ്? ഗ്യാപ്സ് എന്ന് പറയുന്നത് ആളുകൾക്ക് ആവശ്യമുള്ള ഒരു ഉൽപ്പന്നമോ സേവനമോ ലഭിക്കാതെ വരുന്ന ഒരു അവസരത്തെയാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം നിറവേറ്റപ്പെടാത്ത ആവശ്യങ്ങളെയാണ് മാർക്കറ്റിംഗ് വിടവ് അല്ലെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ വിടവ് കണ്ടെത്തി പരിഹരിച്ചാൽ അതൊരു നല്ല ബിസിനസ് അവസരമാകും. ഏതൊക്കെ തരത്തിലുള്ള ഏതൊക്കെ മാർഗങ്ങളാണ് വിടവുകൾ കണ്ടെത്താൻ സഹായമാകുന്നത്? ഒന്ന്, ഉപഭോക്താക്കളുടെ പരാതികളും റിവ്യൂകളും. ഇപ്പോൾ കംപ്ലയിൻറ്റ്സ് ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് റിവ്യൂസ് ഓഫ് ദ കസ്റ്റമേഴ്സ്. ഉദാഹരണമായിട്ട് ഒരു ഹോട്ടലിൻ്റെ റിവ്യൂ പലരും എഴുതുന്നത് ഇങ്ങനെയാണ്: നല്ല ഭക്ഷണമാണ്, പക്ഷേ ഡെലിവറി വളരെ വളരെ വൈകിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു അവസരം എന്താ ഉള്ളത്? ഒരു ബിസിനസ് അവസരം എന്ന് പറയുന്നത് വേഗത്തിൽ ഡെലിവറി സാധ്യമാകുന്ന ഒരു ബിസിനസ്സിന് അവിടെ അവസരമുണ്ട്. മറ്റൊന്ന് ഉള്ളത് വേണ്ടത്ര സേവനം ലഭിക്കാത്ത ആളുകൾ. ഉദാഹരണമായിട്ട് അൺസർവ്ഡ് സെഗ്മെൻറ്റ്സ്. ഉദാഹരണം, ഇപ്പം ഒരു മരുന്ന് ഉൽപ്പാദകരാണ്, അല്ലെങ്കിൽ ഒരു ഫാർമസി ഇല്ലാത്തൊരു ഗ്രാമം. അപ്പം ഗ്രാമപ്രദേശങ്ങളിൽ മരുന്ന് എത്തിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ മരുന്ന് ഷോപ്പ് ഇല്ലാത്തൊരവസരമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മെഡിക്കൽ ഡെലിവറി സേവനം, നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് സേവനം പോലെ തുടങ്ങാൻ സാധിക്കും. അപ്പം അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പ് ഗ്രാമത്തിൽ തുടങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇൻഎഫിഷ്യൻസി, ഒരു കാര്യക്ഷമത കുറവ് വ്യവസായത്തിൽ കാണുക. അപ്പം ഉദാഹരണമായിട്ട് ഇപ്പോൾ വലിയൊരു ആശുപത്രിയാണ്, ആ ആശുപത്രി നല്ല ആശുപത്രിയാണ്, നല്ല വിദഗ്ധന്മാരായ ഡോക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ പോയി ഒരു ഡോക്ടറെ കാണണമെങ്കിൽ എടുക്കേണ്ട അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് മണിക്കൂറോളം കാത്തിരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം ആ അപ്പോയിൻമെൻ്റ് എടുക്കാൻ മണിക്കൂറോളം കാത്തിരിക്കണം എന്നുള്ളത് ഒരു ഇൻഎഫിഷ്യൻസിയാണ്, കാര്യക്ഷമത കുറവാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും? അത് പരിഹരിക്കാനുള്ള അവസരം അവിടെ ഒരു ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ആപ്പ് തുടങ്ങാവുന്നതാണ്. അപ്പം മറ്റൊന്ന്, മത്സര വ്യവസായികൾ അല്ലെങ്കിൽ വ്യാപാരികൾ ശ്രദ്ധിക്കാത്ത പോകുന്ന ചില സെഗ്മെൻറ്റ് മേഖല ഉണ്ട് എന്ന് പറയും. ഉദാഹരണമായിട്ട് കോമ്പറ്റേറ്റീവ് ബ്ലൈൻഡ് സ്പോട്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ഒരുപാട് ഡയബറ്റിക് പേഷ്യൻസ് ഇപ്പം ലോകം മുഴുവനുണ്ട്. അപ്പം ഒരു ബേക്കറിയിൽ കേക്ക് വിതരണം ചെയ്യുന്നതാണ്, പക്ഷേ ഡയബറ്റിക് പേഷ്യൻസിന് പറ്റിയ കേക്കുകൾ വിതരണം ചെയ്യുന്ന പ്രമുഖരാരുമില്ല. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ബിസിനസ്സിന്. ഷുഗർ ഫ്രീ അല്ലെങ്കിൽ ഹെൽത്തി കേക്കുകൾ നിർമ്മിച്ച് വിൽക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ട്. അപ്പം മാർക്കറ്റിൽ ആളുകൾക്ക് ആവശ്യമുള്ളതും എന്നാൽ ലഭിക്കാത്തതുമായിട്ടുള്ള ഉൽപ്പന്നമോ സേവനമോ കണ്ടെത്തി അത് നൽകുന്നതാണ് മാർക്കറ്റിംഗ് വിടവ് കണ്ടെത്തൽ എന്ന് പറയുന്നത്. സംരംഭകന്, എൻട്രപ്രനറിന് ഉണ്ടാകേണ്ട പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ വ്യക്തിഗത സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, ചില ആളുകൾക്ക് മറ്റുള്ള ആളുകളെക്കാൾ എളുപ്പത്തിൽ അവസരങ്ങളും പ്രശ്നങ്ങളും പരിഹാരങ്ങളൊക്കെ കാണാനും നിർദ്ദേശിക്കാനും ഒക്കെ കഴിയും. അപ്പോൾ ഒരേ അവസരം തന്നെ എല്ലാവരും ഒരുപോലെ കാണണമെന്നില്ല, ഒരേ പ്രശ്നങ്ങൾ ഒരുപോലെ തിരിച്ചറിയണമെന്നില്ല, ഒരു പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. ചിലർക്ക് അത് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാനും പരിഹരിക്കാനും കഴിയും. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അറിവ്, അവർക്കുള്ള അനുഭവം, അവരുടെ ചിന്താഗതി, അവരുടെ പരിചയക്കാർ, അവരുടെ ക്രിയേറ്റീവ് സൃഷ്ടിപരമായ കഴിവൊക്കെയാണ് ഇതിനെ സഹായിക്കുന്നത്. അപ്പോൾ ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ കണ്ടെത്തി സഹായിക്കുന്ന 4 സുപ്രധാനമായ സവിശേഷതകളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പ്രയർ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ്, മുൻ പരിചയം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിൽ മുൻകാലത്ത് ജോലി ചെയ്തിട്ടുള്ള ഒരു അനുഭവമുണ്ടെങ്കിൽ, പരിചയമുണ്ടെങ്കിൽ അതൊരു വലിയ സവിശേഷതയായിട്ട് മാറും. ഉദാഹരണമായിട്ട് ഒരു വ്യക്തി 10 വർഷത്തോളം ഒരു ബേക്കറിയിൽ ജോലി ചെയ്തു. സ്വാഭാവികമായിട്ടും ബേക്കറിയിലെ പ്രവർത്തനങ്ങളും അവിടെ ഉണ്ടാക്കുന്ന വിഭവങ്ങളെക്കുറിച്ചും സെയിൽസിനെക്കുറിച്ചും മാർക്കറ്റിങ്ങിനെക്കുറിച്ചും കസ്റ്റമേഴ്സിനെക്കുറിച്ചും അതിൻ്റെ ഡിസ്പ്ലേനെക്കുറിച്ചും എല്ലാം അദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കും. അദ്ദേഹത്തിന് പിന്നീട് സ്വന്തമായിട്ട് ഉപഭോക്താവിന് വേണ്ടത് എന്താണോ അത് ചെയ്യാനും സ്വന്തമായിട്ടൊരു ബേക്കറി തുടങ്ങാനും വളരെ എളുപ്പത്തിൽ കഴിയും. അപ്പോൾ അനുഭവമാണ്. നമ്മൾ ഏത് ഉള്ളതാണോ ആ മേഖലയിൽ നമുക്ക് അനുഭവമുണ്ടെങ്കിൽ ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് സ്വായത്തമാക്കി നമുക്ക് ഒരു എൻ്റർപ്രനറായിട്ട് മാറാവുന്നതാണ്. അപ്പം അനുഭവം കൂടുന്തോറും അവസരങ്ങൾ തിരിച്ചറിയാനും അതൊരു അവസരമാക്കി മാറ്റാനും കഴിയും.
പിന്നെ മറ്റൊന്ന് കോഗ്നിറ്റീവ് ഘടകങ്ങൾ, നമ്മൾ ഇൻ്റലിജൻസ്, സാധാരണ ബുദ്ധിപരമായിട്ടുള്ള ചില ഘടകങ്ങൾ. പ്രശ്നങ്ങൾ ചിലവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പുതിയ ആശയങ്ങൾ കണ്ടെത്താനും ഉള്ള ചിന്താശേഷി കൂടിയ ആൾക്കാരുണ്ടായിരിക്കും. അപ്പം ഒരു വിദ്യാർത്ഥി കോളേജിൽ പലർക്കും, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വിദ്യാർത്ഥി കോളേജിൽ ശ്രദ്ധിച്ചത് കോളേജിലുള്ള കുട്ടികൾക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഓൺലൈൻ പ്രിൻറ്റിങ് സേവനം മൂപ്പര് ആരംഭിച്ചു. അപ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നം കാണുമ്പോൾ അതൊരു അവസരമാക്കി മാറ്റാൻ ശേഷിയുള്ള ഒരു വൈദഗ്ധ്യം ഉണ്ടാവുക. അതാണ് കോഗ്നിറ്റീവ് ഘടകം എന്ന് പറയുന്നത്. മറ്റൊന്ന് സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആണ്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇടപഴകുന്ന സുഹൃത്തുക്കൾ, അധ്യാപകർ, ബന്ധുക്കൾ, ബിസിനസ് പരിചയക്കാർ എന്നിവരുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും ചർച്ചയിലൂടെയും നിർദ്ദേശത്തിലൂടെയും ഒക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന ചില ആശയങ്ങൾ. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു സുഹൃത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞങ്ങളെ പ്രദേശത്ത് ഒരുപാട് വാഹനങ്ങളുണ്ടെങ്കിലും അവിടെ കാർ വാഷ് ചെയ്യണമെങ്കിൽ 10-20 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് ഒരു കാർ വാഷ് കണ്ടുപിടിക്കണമെങ്കിൽ. അപ്പോൾ അതൊരു അവസരമാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പുതിയ ആശയങ്ങളും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും അതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന അവസരങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ആളുമായിട്ട് സംസാരിച്ചത് കൊണ്ടാണ് അവിടെ ആ മേഖലയിൽ ഒരു കാർ വാഷ് ബിസിനസ് തുടങ്ങിയാൽ അത് വിജയിക്കും, അതിനൊരു അവസരമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത്. അപ്പം ഒരു എൻ്റർപ്രനേഴ്സിന് ഉണ്ടായിരിക്കേണ്ടത് സോഷ്യലി അദ്ദേഹം വളരെ കണക്റ്റഡ് ആയിരിക്കണം. ദൈനംദിന ജീവിതത്തിലെ പല മേഖലയിലുള്ള ആൾക്കാരുമായിട്ട് സമ്പർക്കം പുലർത്താനുള്ള ഒരു ശേഷിയും ആ സമ്പർക്കത്തിലൂടെ അവസരങ്ങൾ തേടാനുള്ള ഒരു ബുദ്ധിയും അദ്ദേഹത്തിന് ഉണ്ടാവണം. മറ്റൊന്ന് ക്രിയേറ്റിവിറ്റി, സൃഷ്ടിപരമായിട്ടുള്ള ചിന്ത. ഇപ്പം പുതിയ രീതിയിൽ ചിന്തിക്കാനും വ്യത്യസ്തമായ ആശയങ്ങൾ കണ്ടെത്താനുള്ള കഴിവിനെയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഒരു ഉദാഹരണം പറയുന്നത്, സാധാരണ പേപ്പർ ബാഗുകൾക്ക് പകരം ചിത്രവും നല്ല ഭംഗിയുള്ള പേരും ഒക്കെ അച്ചടിച്ചിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ബാഗുകൾ നിർമ്മിക്കുക, അതൊരു ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ അത് ഉപഭോക്താക്കൾക്ക് ഇഷ്ടപ്പെടുകയും ആ ബാഗിൻ്റെ കളറും ചിത്രവും വാക്കുകളും ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ബാഗുകൾ ഉണ്ടാക്കിയാൽ അത് വിജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പം പുതിയ ആശയങ്ങൾ കണ്ടെത്താനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കേണ്ടത് ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അനുഭവം കൊണ്ട് എന്താണ്, അവസരം തിരിച്ചറിയാൻ സഹായിക്കും അനുഭവങ്ങളുണ്ടെങ്കിൽ. ചിന്താശേഷി ഉണ്ടെങ്കിലോ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി അതൊരു അവസരമാക്കി മാറ്റാൻ കഴിയും. നല്ല ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ സോഷ്യൽ കണക്റ്റഡ് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ പുതിയ വിവരങ്ങളും ആ വിവരങ്ങളിലൂടെയുള്ള അവസരങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൃഷ്ടിപരമായ ചിന്ത, ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ വ്യത്യസ്തമായ ആശയങ്ങളിലൂടെ ബിസിനസ് കെട്ടിപ്പടുക്കാൻ സാധിക്കും. അപ്പം അനുഭവം, ചിന്താശേഷി, നല്ല ബന്ധങ്ങൾ, സൃഷ്ടിപരമായ കഴിവ് എന്നിവയൊക്കെ ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ ബിസിനസ് അവസരങ്ങൾ കണ്ടെത്താനും അത് പ്രാവർത്തികമായി അവസരങ്ങളായിട്ട് ഉപയോഗിക്കാനും കഴിയും. അതാണ് ഒരു എൻ്റർപ്രനറിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഈ ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. സംരംഭകൻ്റെ വ്യക്തിപരമായ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. സുപ്രധാനമായിട്ട് നമ്മൾ 4 സവിശേഷതകളാണ് നോക്കിക്കണ്ടത്. അത് ഓരോന്നും കുറച്ചും കൂടി വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് അദ്ദേഹത്തിന് പ്രയർ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ്. അപ്പോൾ മുൻ പരിചയം ഉണ്ടായാൽ അദ്ദേഹം പ്രവർത്തിച്ച വ്യവസായത്തിലോ വാണിജ്യത്തിലോ മേഖലയിലോ കുറച്ച് വർഷങ്ങൾ ജോലി ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് ആ മേഖലയെക്കുറിച്ച് അഗാധമായ ആഴത്തിലുള്ള അറിവുണ്ടാവുകയും അനുഭവം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ അനുഭവവും ഈ അറിവും പുതിയ ബിസിനസ് അവസരങ്ങൾ കണ്ടെത്താൻ അദ്ദേഹത്തെ സഹായിക്കും. അപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ പറ്റും? വേണ്ടത്ര സേവനം ലഭിക്കാത്ത ഉപഭോക്താക്കളെ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയും. അൺസേർവ്ഡ് മാർക്കറ്റ് അത് കഴിയും. പിന്നെ വ്യവസായത്തിലെ ആളുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയും. അപ്പോൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ, സപ്ലയർമാർ, ഉപഭോക്താക്കൾ, ഡീലർമാർ തുടങ്ങിയവരുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടാക്കാൻ കഴിയും. ഈ ബന്ധങ്ങളിലൂടെ പുതിയ വിവരങ്ങളും ആശയങ്ങളും രൂപപ്പെടുത്താൻ കഴിയും. മറ്റൊന്ന് നെറ്റ്വർക്കിങ്ങിലൂടെ അവസരങ്ങൾ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഫൈൻഡിങ് ഓപ്പർച്യൂണിറ്റീസ് ത്രൂ നെറ്റ്വർക്ക്. അപ്പോൾ പരിചയമുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ മാർക്കറ്റിലെ പുതിയ അവസരങ്ങളും പുതിയ പ്രശ്നങ്ങളും ഒക്കെ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെയാണ് അനുഭവം കൊണ്ട് നിങ്ങളൊരു പ്രയർ എക്സ്പീരിയൻസ്, ഒരു മുൻപരിചയമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം അനുഭവം എന്നത് ആളുകൾക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പരിചയം കൊണ്ടുള്ളതോ പുതിയ അവസരങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ്. വിവരമുണ്ടെങ്കിലോ നെറ്റ്വർക്കിങ്ങിലൂടെ നമ്മൾ ശേഖരിക്കുന്ന വിവരങ്ങൾ പുതിയ ബിസിനസ് അവസരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുമെന്നുള്ളതാണ്. അപ്പം ഒരു മേഖലയിൽ മുൻപരിചയവും ആ മേഖലയിലുള്ള ആളുകളുമായിട്ട് നല്ല ബന്ധങ്ങളും
സ്ഥാപിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നിറവേറ്റപ്പെടാതെ പോകുന്ന ആവശ്യങ്ങൾ കണ്ടെത്താനും പുതിയ ബിസിനസ് അവസരങ്ങൾ തിരിച്ചറിയാനും ഇതുകൊണ്ട് സഹായിക്കും. അപ്പം വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഒരു എൻ്റർപ്രണറിനെ ഒരുപാട് രീതിയിൽ സഹായിക്കുമെന്നുള്ളതാണ്. സംരംഭകൻ്റെ വ്യക്തിത്വ സവിശേഷതകളിൽ പെട്ട മറ്റൊന്നാണ് കോഗ്നിറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത്. ഭൗതികമായ കഴിവുകൾ, അത് ബുദ്ധി, ചിന്ത, ഓർമ്മ, പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള ശേഷികളെയാണ് സൂചിപ്പിക്കുന്നത്. അതൊരു സുപ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ് ഒരു എൻ്റർപ്രണറെ ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം. കോഗ്നിറ്റീവ് ഘടകങ്ങൾ എന്നത് ഒരു വ്യക്തിയുടെ ചിന്താശേഷി, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, പ്രശ്നങ്ങളിൽ അവസരം കണ്ടെത്താനുള്ള കഴിവ് എന്നിവയൊക്കെയാണ്. അപ്പം ചില ആളുകൾക്ക് മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത ബിസിനസ് അവസരങ്ങൾ വളരെ വേഗത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിയും. അപ്പം അതാണ് കോഗ്നിറ്റീവ് ഘടകം എന്ന് പറയുന്നത്. മറ്റുള്ളവർ പ്രശ്നം മാത്രം കാണുന്നിടത്ത് ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള ഒരു ചിന്താശേഷിയുള്ള ആളെയാണ് ഈ കോഗ്നിറ്റീവ് ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റർപ്രണറിയൽ അലേർട്ട്നെസ്, സംരംഭക ജാഗ്രത എന്നും കൂടി അതിനെ പറയുന്നുണ്ട്. കോഗ്നിറ്റീവ് ഫാക്ടറിൽ വരുന്ന ഒരു കാര്യമാണ് എൻ്റർപ്രണറിയൽ അലേർട്ട്നെസ് എന്ന് പറയുന്നത്, സംരംഭക ജാഗ്രത എന്നുള്ളത്. അത് ലളിതമായി പറയുകയാണെങ്കിൽ എൻ്റർപ്രണറിയൽ അലേർട്ട്നെസ് എന്നത് മറ്റുള്ളവർ കാണാതെ പോകുന്ന ബിസിനസ് അവസരങ്ങൾ, പ്രത്യേകിച്ച് പഠനമോ ഗവേഷണമോ അന്വേഷണമോ ഒന്നും നടത്താതെ തന്നെ ചുറ്റുപാടും ചെറിയ രീതിയിൽ ശ്രദ്ധിച്ച് അവസരങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവാണ് എൻ്റർപ്രണറിയൽ അലേർട്ട്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർ അതൊരു പ്രശ്നമായി കാണുമ്പോൾ ഈ എൻ്റർപ്രണറിയൽ അലേർട്ട്നെസ് ഉള്ള വ്യക്തി, സംരംഭകൻ കാണുന്നത് അതൊരു അവസരമായിട്ടാണ്. അപ്പം അദ്ദേഹം ആ അവസരത്തെ എങ്ങനെ ഒരു ബിസിനസ്സായി മാറ്റാമെന്നുള്ള ഒരു ചിന്താഗതിക്കാരനായിരിക്കും. അപ്പം എൻ്റർപ്രണറിയൽ അലേർട്ട്നെസ് എന്നത് ചുറ്റുമുള്ള പ്രശ്നങ്ങളും മറ്റ് കാര്യങ്ങളും ശ്രദ്ധിച്ച് അവയിൽ നിന്ന് പുതിയ ബിസിനസ് അവസരങ്ങൾ വേഗത്തിൽ തിരിച്ചറിഞ്ഞ് അത് പ്രായോഗികമായ ഒരു ബിസിനസ്സായി രൂപപ്പെടുത്താനുള്ള ഒരു ശേഷിയെയാണ് എൻ്റർപ്രണറിയൽ അലേർട്ട്നെസ് എന്ന് പറയുന്നത്. ചില പഠനങ്ങൾ പറയുന്നത് ഈ അവസരങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് ചിലർക്ക് ജന്മസിദ്ധമായി കിട്ടുന്നു എന്നുള്ളതാണ്. അവർക്കും പ്രത്യേകം തിരയാതെ തന്നെ, അവർക്ക് പ്രത്യേകം അന്വേഷണങ്ങളോ പഠനങ്ങളോ നടത്താതെ തന്നെ ചുറ്റുമുള്ള പ്രശ്നങ്ങളും മാറ്റങ്ങളും സ്വാഭാവികമായിട്ട് അവരെ ശ്രദ്ധയിൽപ്പെടുകയും അതിൽ നിന്ന് അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഒരു സംരംഭകന് ഉണ്ടാകേണ്ട വ്യക്തിപരമായിട്ടുള്ള സവിശേഷതകളെക്കുറിച്ച് നമ്മൾ പ്രതിപാദിച്ച്, ആദ്യത്തേത് പ്രയർ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ, അത് തുറന്നു നൽകുന്ന അവസരങ്ങൾ നമ്മൾ കണ്ടു. ഇനി അടുത്തത് സോഷ്യൽ നെറ്റ്വർക്ക്. ഒരാൾ സോഷ്യലി ആക്റ്റീവ് ആണെങ്കിൽ, അദ്ദേഹത്തിന് ബൃഹത്തായ സാമൂഹ്യമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഗുണങ്ങളും അത് തുറന്നു നൽകുന്ന അവസരങ്ങളും വളരെ വലിയതായിരിക്കും. ഇപ്പം സോഷ്യൽ നെറ്റ്വർക്ക് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയ മാത്രമല്ല, തീർച്ചയായിട്ടും അതുണ്ട്. എന്നാലും വ്യക്തിപരമായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവുക, സഹപ്രവർത്തകർ ഉണ്ടാവുക, അധ്യാപകർ, ബന്ധുക്കൾ, ഉപഭോക്താക്കൾ, സപ്ലയർമാർ, ബിസിനസ് പരിചയക്കാർ, ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ ആണ് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പം കൂടുതൽ ആളുകളുമായിട്ട് നല്ല ബന്ധമുള്ള സംരംഭകർക്ക് തീർച്ചയായിട്ടും കൂടുതൽ അറിവും അനുഭവങ്ങളും വിവരങ്ങളും പുതിയ ബിസിനസ് അവസരങ്ങളും ലഭിക്കുമെന്നുള്ളതാണ്. അപ്പം ശക്തമായ സോഷ്യൽ നെറ്റ്വർക്ക് ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, പുതിയ ആളുകളെ പരിചയപ്പെടാൻ സാധിക്കും, പുതിയ അനുഭവങ്ങൾ കേൾക്കാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും, പുതിയ ബിസിനസ് ആശയങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്, ഉപഭോക്താക്കളുടെ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കാനും അവരെ കണ്ടെത്താനും സാധിക്കും, നിക്ഷേപകരെയും പങ്കാളികളെയും കണ്ടെത്താൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സാധിക്കും, പുതിയ ബിസിനസ് മേഖല കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ കൂടുതൽ ആളുകളുമായി നല്ല ബന്ധമുള്ള സംരംഭകർക്ക് കൂടുതൽ വിവരങ്ങളും കൂടുതൽ ബിസിനസ് അവസരങ്ങളും ലഭിക്കുമെന്നുള്ളതാണ് സവിശേഷമായിട്ടുള്ള ഒരു ഗുണം. അതൊരു സംരംഭകന് ഉണ്ടായിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. ഗവേഷകർ പറയുന്നത് ബിസിനസ് തുടങ്ങിയവരിൽ 40 മുതൽ 50% വരെ ആളുകളും അവരുടെ ആശയം ലഭിച്ചത് ഒരു സോഷ്യൽ കോണ്ടാക്ട് വഴിയാണ് എന്നുള്ളതാണ്. അപ്പം രണ്ട് തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഒന്ന് സ്ട്രോങ് ടൈ റിലേഷൻഷിപ്പ് എന്ന് പറയും, സ്ഥിരമായി ഇടപഴകുന്ന സഹപ്രവർത്തകരാവാം, അവർ സഹോദരങ്ങളാവാം, സുഹൃത്തുക്കളാവാം, മാതാപിതാക്കളാവാം, ജീവിത പങ്കാളിയാവാം,
ഇവരെയാണ് സ്ട്രോങ് ടൈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. മറ്റൊരു വിഭാഗമാണ് വീക്ക് ടൈ റിലേഷൻഷിപ്പ്. വീക്ക് ടൈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സ്ഥിരമായി കാണാത്ത, അപൂർവമായി മാത്രം കാണുന്ന, ഇടപഴകുന്ന സാധാരണ പരിചയക്കാർ തമ്മിലുള്ള ബന്ധം, എപ്പോഴെങ്കിലും കാണുന്ന ആൾക്കാർ. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പം ഇതിൽ രസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്, എപ്പോഴും പുതിയ ബിസിനസ് ആശയങ്ങളും കൂടുതൽ ലഭിക്കുന്നത് സ്ട്രോങ് ടൈ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോഴല്ല. പുതിയ ആശയങ്ങളും പുതിയ ബിസിനസ് ചിന്തകളും വരുന്നത് വീക്ക് ടൈ റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരുമായി സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴാണ്. കാരണം സ്ട്രോങ് ടൈ ബന്ധങ്ങളിലൂടെ സ്ട്രോങ് ടൈ റിലേഷൻഷിപ്പ് ആകുന്നത് തന്നെ സുപ്രധാനമായ കാര്യം, ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്ന, ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് സ്ട്രോങ് ടൈ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. അപ്പം അവിടെയുള്ള ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, സമാന ചിന്താഗതിയും സമാന സാഹചര്യത്തിലും ഉള്ളവരായതുകൊണ്ട് ആശയവിനിമയം ശക്തമായി ഉണ്ടാകുമെന്നല്ലാതെ പുതിയ ആശയങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവായിരിക്കും. എന്നാൽ വീക്ക് ടൈ ബന്ധങ്ങളിൽ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ, വ്യത്യസ്തമായ ചിന്താഗതികളായിരിക്കും ഉണ്ടാവുക. ആ ചിന്താഗതികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അതന്നെ തികച്ചും ഒരു പുതിയ അറിവും അനുഭവവും ആശയവും ഒക്കെ ഉരുത്തിരിയാനും പൊട്ടിമുളയ്ക്കാനും സാധിക്കും. അപ്പം ഈ രീതിയിലാണ് സോഷ്യൽ നെറ്റ്വർക്കുകൾ ഒരു എൻ്റർപ്രണറിന് അവസരങ്ങൾ ഉണ്ടാവാനും ഉണ്ടാക്കാതിരിക്കാനൊക്കെ ഉള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത്. സംരംഭകൻ്റെ വ്യക്തിഗത സവിശേഷതകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിയാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാവുക എന്നുള്ളത്, ക്രിയേറ്റീവ് ആയിരിക്കുക എന്നുള്ളത്. അപ്പോൾ ക്രിയേറ്റിവിറ്റി എന്നാൽ ഒരു പുതിയതോ ഉപകാരപ്രദവും ആകാവുന്ന ഒരു ആശയം സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി റെക്കഗ്നിഷൻ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഈ ക്രിയേറ്റീവ് പ്രോസസ്സിങ്ങിന് 5 ഘടകങ്ങളായിട്ട് തിരിക്കാം. പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പ്. രണ്ടാമത്തത് ഇൻക്യുബേഷൻ അല്ലെങ്കിൽ ചിന്ത, പാകപ്പെടൽ, സമയം. മറ്റൊന്ന് ഉൾക്കാഴ്ച, ഇൻസൈറ്റ്, നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള ആ ഉപകാരപ്പെടുന്ന ആശയം വളരെ ആഴത്തിൽ പഠിക്കുക എന്നുള്ളത്. മറ്റൊന്ന് പഠിച്ചതിന് ശേഷം ബിസിനസ് ആശയം രൂപപ്പെടുന്ന ഘട്ടം മുഴുവൻ വളരെ ആഴത്തിൽ പഠിച്ചതിന് ശേഷം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക, അത് വിലയിരുത്തിയതിൻ്റെ ശേഷം അത് വിശദമായി വിശദീകരിച്ച് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുക. അപ്പോൾ ഈ ഘട്ടങ്ങൾ ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെങ്കിൽ വീണ്ടും അത് പ്രിപ്പറേഷനിലേക്ക് പോയി വീണ്ടും ആ പ്രോസസ്സ് സൈക്കിളിലൂടെ കടന്നു പോയിട്ട് വേണം ആ ക്രിയേറ്റിവിറ്റി എന്നുള്ള സൈക്കിൾ പൂർത്തീകരിക്കണം. അതിനുള്ള ശേഷി തീർച്ചയായിട്ടും ആ എൻ്റർപ്രണറിന് ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ 5 ഘട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ആദ്യത്തേത് തയ്യാറെടുപ്പാണ്, പ്രിപ്പറേഷനാണ്. അപ്പം ഒരു പ്രശ്നം നമ്മൾ കണ്ടു, ആ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ എന്തുകൊണ്ട് പ്രശ്നങ്ങളുണ്ടായി എന്നുള്ള ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കുകയും ആ കാരണങ്ങൾക്ക് ആസ്പദമായ എല്ലാ വിവരങ്ങളും ശേഖരിക്കുകയും അത് വിശദമായി പഠിക്കുകയും ചെയ്യണം. അതിന് ശേഷം പെട്ടെന്നൊരു പരിഹാരത്തിന് മുതിരാതെ അതിനൊരു പാകപ്പെടലിന് വേണ്ടി ഒരു സമയം കൊടുക്കണം. അപ്പോൾ പ്രശ്നത്തെക്കുറിച്ച് കുറച്ച് ദിവസം മനസ്സിൽ ചിന്തിച്ച് കൊണ്ടിരിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും വീണ്ടും പഠിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ അത് ചിന്താ പാകപ്പെടലാണ്, അത് ഇൻക്യുബേഷൻ ടൈമാണ്, ആ ഇൻക്യുബേഷൻ്റെ ഒരു സമയമാണ്. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം പരിഹരിക്കാൻ പരിശ്രമിക്കുന്ന പ്രശ്നത്തിനെ വളരെ ആഴത്തിൽ പഠിക്കുക എന്നുള്ളതാണ്. അടുത്തത് ഉൾക്കാഴ്ച ഉണ്ടാവുക എന്നുള്ളതാണ്. പെട്ടെന്നൊരു നല്ല ആശയം മനസ്സിൽ വന്നു എന്ന് വിചാരിച്ച് അത് പ്രാവർത്തികമാക്കാൻ എടുത്തു ചാടരുത്. ആ ആശയത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണം. അതിനുശേഷം ആ ആശയം ശരിക്കും പ്രായോഗികമാണോ എന്നൊന്ന് നമ്മൾ വിലയിരുത്തണം. അപ്പോൾ ആ വിലയിരുത്തി പരിശോധിക്കുകയും ചെയ്യുക. അതിനുശേഷം അത് ആശയത്തെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമോ എന്ന് വിശദമായി വിശദീകരിക്കുകയും അഥവാ അത് വീണ്ടും പരിശോധിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രിപ്പറേഷനിലേക്ക് തയ്യാറെടുപ്പിലേക്ക് പോവുകയും വീണ്ടും അതിന് പാകപ്പെടാനുള്ള സമയം കൊടുക്കുകയും ആഴത്തിൽ വീണ്ടും വിലയിരുത്തുകയും ആ ഒരു ചെയിൻ കണ്ടിന്യൂസ് പ്രോസസ്സ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ആശയം വിജയകരമായ ആശയമായി മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു ആശയമായിട്ട് രൂപപ്പെടുകയുള്ളൂ. അതിനുള്ള സമയം നമ്മൾ കൊടുക്കുകയും അതാണ് ക്രിയേറ്റിവിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പോൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വിവരങ്ങൾ ശേഖരിക്കുക. ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ശേഖരിച്ച വിവരങ്ങളെക്കുറിച്ച് വിശദമായി ആലോചിക്കുക. ആ ആശയത്തിൻ്റെ വളരെ ആഴത്തിലുള്ള പഠനം നടത്തുക. ആശയം വിശദമായി പരിശോധിക്കുക. എന്നിട്ട് ആശയം വിശദീകരിച്ച് അത് നടപ്പിലാക്കാനുള്ള പരിശ്രമം നടത്തുക. അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കോളേജിൽ കുടിവെള്ളത്തിനായിട്ട് വലിയ ക്യൂ ഉണ്ട്. അപ്പം
എങ്ങനെയാണ് അതിനൊരു പരിഹാരം കാണുക? പ്രശ്നം എന്താണെന്ന് കുടിവെള്ളത്തിന് വളരെയധികം വലിയ ക്യൂ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രിപ്പറേഷൻ എന്നുള്ള വിദ്യാർത്ഥികളുടെ പരാതി നമ്മൾ കേട്ടു, ആ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു. അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ സ്മാർട്ട് വാട്ടർ വെൻഡിങ് മെഷീൻ സ്ഥാപിക്കാമെന്ന് തീരുമാനിച്ചു. വിദ്യാർത്ഥികൾ അത് ഉപയോഗിക്കുമോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു. അതിനെത്ര ചിലവാകുമെന്ന് പരിശോധിച്ചു. എന്നതിന് ശേഷം അത് മെഷീൻ സ്ഥാപിച്ച് സേവനം കുട്ടികൾക്ക് ഉപയോഗിക്കാൻ മാത്രം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും 5 സ്റ്റേജ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിൽ മാറ്റം വരുത്തണമെങ്കിൽ വീണ്ടും നമ്മൾ ആദ്യം മുതൽ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ക്രിയേറ്റിവിറ്റി എന്നതൊരു പ്രശ്നം തിരിച്ചറിഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിച്ച് പുതിയ ആശയം കണ്ടെത്തി അത് പരിശോധിച്ച് വിജയകരമായി നടപ്പാക്കുന്ന പ്രക്രിയയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതൊരു സവിശേഷമായുള്ളൊരു വ്യക്തിഗത സവിശേഷതയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എൻ്റർപ്രണർഷിപ്പ് എന്ന വിഷയത്തിലെ 2ാമത്തെ അധ്യായമായ റെക്കഗ്നൈസിങ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ജനറേറ്റിംഗ് ഐഡിയാസ് എന്ന അധ്യായത്തിലെ ആദ്യത്തെ സെക്ഷനായ ഓപ്പർച്യൂണിറ്റി റെക്കഗ്നൈസിങ് നമ്മൾ വിശദമായി ഒന്ന് വിലയിരുത്തി പഠിക്കാൻ ശ്രമിച്ചു. അപ്പം അതിൻ്റെ ചുരുക്കമായ എന്തൊക്കെയാണ് അവസരങ്ങൾ തിരിച്ചറിയാനുള്ള പ്രക്രിയ, എങ്ങനെയാണ് നടക്കുന്നത്, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ഘടകങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അവസരങ്ങൾ തിരിച്ചറിയുക എന്നത് ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല. അത് നിരീക്ഷണം, വിശകലനം, അനുഭവം, സൃഷ്ടിപരമായ ചിന്ത, ശരിയായ തീരുമാനമെടുക്കൽ എന്നിവയുടെ ഒക്കെ ഒരു സംയോജിതമായ ഒരു പ്രക്രിയയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു സംരംഭകൻ ആദ്യം തൻ്റെ ചുറ്റുപാടിൽ നടക്കുന്ന സാമ്പത്തികമായിട്ടുള്ള, സാമൂഹ്യമായിട്ടുള്ള, സാങ്കേതികമായിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ടുള്ള, നിയമപരമായിട്ടുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. തുടർന്ന് തനിക്കുള്ള മുൻപരിചയവും തൻ്റെ ബന്ധങ്ങളും സാമൂഹ്യമായും രാഷ്ട്രീയപരമായിട്ടും എല്ലാ രീതിയിലുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവർ കാണാതെ പോകുന്ന അവസരങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ അവസരങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഒരു വിജയിക്കുന്ന ബിസിനസ് ഉണ്ടാവണമെന്നില്ല. അപ്പം അതിൽ നിന്ന് അവസരങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം പുതിയ ആശയങ്ങൾ വികസിപ്പിക്കുകയും ആ ആശയത്തിൻ്റെ സാധ്യത എത്രയുണ്ടെന്ന് പ്രായോഗിക തലത്തിൽ വിലയിരുത്തുകയും തുടർന്ന് അത് വിപണിയിൽ പരീക്ഷിച്ച് ഉപഭോക്താക്കളുമായി സംവദിച്ച് അതൊരു ഉൽപ്പന്നമാണെങ്കിൽ ആ ഉൽപ്പന്നത്തിൻ്റെ സാധ്യതകൾ ഉപഭോക്താക്കളുമായി ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ഉൽപ്പന്നം നിർമ്മിച്ച് അവരെ പരിചയപ്പെടുത്തി പ്രതികരണം മനസ്സിലാക്കണം. ഈ ഘട്ടങ്ങളൊക്കെ വിജയകരമായി പൂർത്തീകരിക്കാൽ മാത്രമേ നമ്മളെ ആശയം യഥാർത്ഥത്തിൽ ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് അവസരമായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ വിജയകരമായ സംരംഭകർ ഭാഗ്യത്തെ മാത്രം ആശ്രയിക്കുന്നവരല്ല, അവർ മാറ്റങ്ങളെ ശ്രദ്ധിക്കുന്നവരും പ്രശ്നങ്ങളിൽ അവസരങ്ങൾ കണ്ടെത്തുന്നവരും ആ അവസരങ്ങളെ മൂല്യമുള്ള സംരംഭങ്ങളാക്കി മാറ്റാൻ ശേഷിയുള്ളവരുമാണ്. അതുകൊണ്ട് സംരംഭകത്തിലൊരു ശ്രദ്ധ പതിപ്പിക്കുന്ന ആൾ, വിജയിക്കുന്ന ആളാവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇതാണ് ഓപ്പർച്യൂണിറ്റി റെക്കഗ്നേഷൻസിൻ്റെ വഴികളും സമഗ്രമായിട്ടുള്ള പ്രോസസ്സും പ്രക്രിയ എന്ന് പറയുന്നത്. 2ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ സെഷനാണ്. ഇനി നമുക്ക് ഐഡിയാസ്, എങ്ങനെയാണ് വിജയകരമായ ആശയങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ചാപ്റ്റർ 2 സെഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ സെഷനാണ്. അടുത്ത സെഷൻ ഐഡിയാസ് വികസിപ്പിക്കുക, എങ്ങനെ ആശയങ്ങൾ വികസിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. താങ്ക് യു വെരി മച്ച്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.